മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റിവാർഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് അന്ത്യകാലത്തിൽ നമ്മളെ മധ്യാകാശത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി അവിടെ ചെന്നിട്ട് നമുക്ക് തരുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സെർവൻസ് എന്നുള്ള ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന റിവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു തേജസ്സിലെ വ്യത്യാസമുണ്ട്, സൂര്യനെ പോലെ ശോഭിക്കും, നക്ഷത്രങ്ങളെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും എന്നെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ ചെറിയവരും വലിയവരും ഉണ്ട് എന്നുള്ള ഒരു ഡോക്ടറിൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ദൈവവചനത്തോട് ഒന്നും കൂട്ടുചേർക്കരുത് എന്ന് പറഞ്ഞു. ഈ ദൈവവചനത്തോട് കൂട്ടുചേർക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അനേക ആളുകൾ ഇന്നുണ്ട്. കുറയ്ക്കുകയും ചെയ്യാൻ പാടില്ല, കൂട്ടാനും പാടില്ല. ചിലർ കുറച്ച് കളയും, ചിലത് കൂട്ടിക്കളയും. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിലൊന്നും നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഭയങ്കര മിടുക്കരാണ്. അതുകൊണ്ട് അതിനോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. കുറച്ചാലും അതിൻ്റെ ഭവിഷ്യത്തുണ്ട്. ആവർത്തന പുസ്തകം 13:1 ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് ഒന്നും കൂട്ടരുത്, അതിൽ നിന്നൊന്നും കുറയ്ക്കുകയാണ്. രണ്ടിടത്ത് ആവർത്തന പുസ്തകത്തിൽ 4:2 13:1 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനത്തോടി ഒന്നും കൂട്ടരുത്, അതിൽ നിന്നൊന്നും കുറയ്ക്കരുത്. വെളിപ്പാട് പുസ്തകം 22:18-19 ഉള്ള വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് വായിച്ച് കേൾപ്പിക്കുക. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ അവന് വരുത്തും. ഒന്നും കൂട്ടരുത്, കൂട്ടിയാൽ അവന് ബാധകളെ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും വല്ല നീക്കിക്കളഞ്ഞാൽ, അതാരും നീക്കിക്കളയാൻ പാടില്ല, നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് കൂട്ടിക്കളയരുത്, കൂട്ടരുത്, കുറയ്ക്കരുത്. നീക്കിക്കളഞ്ഞാൽ വിശുദ്ധ നഗരത്തിൽ ജീവവൃക്ഷത്തിലും അവനുള്ള അംശമില്ല. ബാക്കിയുള്ള സ്ഥലത്തുണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. എന്തായാലും ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശമില്ല. സദൃശവാക്യം 30:6 അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാൻ ഇടവരരുത്. ഈ ആരാ സാറിനെ കൂട്ടുന്നത്? ദൈവത്തിൻ്റെ വചനത്തോട് ആരാ കൂട്ടുന്നത്? കുറയ്ക്കാന്ന് പറയാൻ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ വിട്ടുപോകുന്ന കുറയ്ക്കാന്ന് പറയും. കൂട്ടുന്ന ആരാ? ഈ കൈ നിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. ദൈവവചനത്തിലില്ലാത്ത കാര്യങ്ങൾ കയ്യിലിട്ട് പറയുന്ന ആളുണ്ട്. അതുപോലെ അതങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആയിരിക്കാം. ഇപ്പം വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് മനസ്സിലാവത്തില്ല, വേറൊരു ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെയല്ല അത്. പിന്നെ അതെങ്ങനെയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക? അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ചില ആളുകൾ പറയും ഞങ്ങൾ പരിശുദ്ധാത്മാവ് പ്രചോദിതമായി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി തന്നെ പറയാം, അങ്ങനെ പറയും. എന്നാൽ ഞാൻ നിങ്ങളോട് ഇപ്പോഴൊക്കെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനവും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പ്ലസും മൈനസും എല്ലാം കണ്ടിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു പോയിന്റിലേക്ക് വന്നിട്ടാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ദൈവദാസന്മാർ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളോട് സത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും കൺഫ്യൂഷനുള്ള ഒരു പോയിന്റ് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇതെല്ലാം ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളാണ്, വരുന്ന കാര്യങ്ങളാണ്. അത് ദൈവമാണ് ന്യായം വിധിക്കേണ്ടത്, ദൈവമാണ് നീതിയാണ്. എന്നാൽ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് സത്യം, അത് മാറിപ്പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമെന്നുള്ളത് സത്യമാണ്. അതിൻ്റെ മഹത്വ പ്രത്യക്ഷത, രഹസ്യ പ്രത്യക്ഷ സത്യമാണ്, മഹത്വ പ്രത്യക്ഷ സത്യമാണ്. അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ, ആ ഇൻസിഡൻ്റ് എല്ലാം സത്യമാണ്. പക്ഷെ അത് ഇങ്ങനെ നടക്കുമോ, അങ്ങനെ നടക്കുമോ, അവിടെ ആ സമയത്ത് എവരുണ്ടാവുമോ, 1,44,000 പേര് അവിടെ നിൽക്കുകയാണോ, ഇവിടെ നിൽക്കുകയാണോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതിനകത്ത് പറയുന്ന, അതിനകത്ത് മൂല്യം, അതിനകത്ത് കണ്ടന്റ് എന്താണെന്നുള്ളതാണ് വിഷയം. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ദൈവ വചനത്തോട് ഒന്നും കൂട്ടുകയും ചെയ്തത്, ഒന്നും കുറയ്ക്കുകയും ചെയ്തത്.
ചില ആളുകൾ കൂട്ടുന്നത് ട്രഡീഷൻസാണ്, ചില ആളുകൾ കൂട്ടുന്ന എക്സ്പീരിയൻസാണ്. ഇത് രണ്ടും ന്യായവിസ്താരത്തിൽ ചെക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ന്യായവിസ്താര സമയത്ത് നീ കള്ളനാകാൻ ഇടവരരുത്. കൂട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് കള്ളനാകുക എന്നുള്ളതാണ്. മിസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? അവർ വിട്ടുപോയി എന്നേ വരുള്ളൂ. എന്നാൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കള്ളനായിത്തീരും എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ. ആരാധനയുടെ ആഹ്വാനത്തിൽ ചെറിയവരും വലിയവരും, ദൈവത്തെ സേവിച്ചവരും സേവിക്കാത്തവരും, ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ചെറിയവരും വലിയവരും എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. അതുകൊണ്ട് റാങ്ക് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മറന്നു പോരും. സ്വർഗത്തിലൊരു റാങ്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്നൊരു ചിന്ത തെറ്റാണ്. നേരത്തെ നമ്മൾ എടുത്ത വാക്യമാണ് വെളിപ്പാട് പുസ്തകം 11:18. അതിലും ഇത് തന്നെ പറയുന്നത്, പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ സകല ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാൻ. അതുകൊണ്ട് ഒരു റാങ്ക് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ. മത്തായി 18:4 ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇവിടെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് ചിത്രീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവും അതുപോലെയാണല്ലോ. ഫിലിപ്പിയർ 2:5 യേശു തന്നെത്താൻ താഴ്ത്തി, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഈ ദൈവരാജ്യത്തിൻ്റെ പോളിസി ഈ ലോകത്തിൻ്റെ പോളിസിക്ക് അഗൻസ്റ്റാണ്. ഈ ലോകത്തിൽ എന്ത് നടക്കുന്നു അതിനെ തിരിച്ചാണ് ദൈവരാജ്യത്തിൽ. മത്തായി 20:27 നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. ഈ ലോകത്തിൽ അങ്ങനെ അല്ലല്ലോ. ദാസനാകുന്നവർ ഒരിക്കലും ഒന്നാമനാകത്തില്ല. അന്നേരം യേശു പറയുന്നത് നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതെല്ലാം ദാസനാകണം. തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗത്തിൽ ഉയർത്തപ്പെടുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചാണ് കിരീടങ്ങളുടെ കാര്യം. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമുക്ക് പ്രതിഫലം തരുന്ന കിരീടങ്ങളുടെ കാര്യം പറഞ്ഞു. 5 കിരീടങ്ങളുടെ കാര്യം പറഞ്ഞു. ഇത് ഒരു സാധാരണക്കാർക്ക് കിരീടം കിട്ടത്തില്ല. സാധാരണക്കാർക്ക് കിരീടമില്ല. ജയിക്കുന്നവർക്ക് മാത്രമേ കിരീടമുള്ളൂ. അതാണ് പറയുന്നത്, പ്രവൃത്തി നിലനിൽക്കണം എങ്കിൽ മാത്രമേ കിരീടം കിട്ടുള്ളൂ. സാധാരണക്കാർക്ക് കിരീടം കിട്ടത്തില്ല. അതൊരു രാജകീയമായിട്ടുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ തലയിൽ രാജമുടികളുള്ളതായിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകം 19:12 അവൻ്റെ മുന്നിൽ അനേകം കിരീടങ്ങളുണ്ട്. അവൻ്റെ അധികാരത്തെ മഹത്വത്തെ കാണിക്കുന്നു. ഇതുപോലെ നാം ധരിക്കുന്ന കിരീടം, സ്റ്റെഫാനോസ് എന്നുള്ള ഒരു കിരീടം, വിക്ടേഴ്സ് ക്രൗൺ, അതാണ് വിജയാളിയുടെ കിരീടം. അത് നമ്മുടെ തലയിൽ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. തലയിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു മെറ്റലായിട്ട് വെക്കുക എന്നുള്ളതല്ല. അത് നമുക്ക് ലഭിക്കണം എന്ന് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ കിരീടങ്ങൾ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഫിലദൽഫി സഭയുമായിട്ട് റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 3:11 പറയുന്നു, വചനം കാത്തു സൂക്ഷിക്കുന്ന സഭ, ഹോൾഡ് ഫാസ്റ്റ് ദ സ്ക്രിപ്റ്റേഴ്സ്. ദൈവവചനം, ദ വേർഡ് ഓഫ് ലൈഫ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കാത്തു സൂക്ഷിക്കുന്ന ഫിലദൽഫിയ സഭയ്ക്ക് കിരീടമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരോട് ചേർന്ന് പറയുന്നുണ്ട്, നിന്റെ കിരീടം മറ്റൊരുത്തിന് എടുത്തുകൊണ്ട് പോകരുത്. കിരീടം എടുത്തുകൊണ്ട് പോകാനുള്ള കാര്യം പറ്റും. ശൗലിൻ്റെ കിരീടം ദാവീദിന് കൊടുത്തായിട്ട് അറിയാം. അതുകൊണ്ട് നിനക്ക് ഉള്ളതിനെ പിടിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. നിന്റെ കിരീടം നിനക്ക് പിടിച്ചുകൊള്ളുക. യഹൂദന് കിട്ടേണ്ട കാന്ത തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറഞ്ഞ ഒരു റൈറ്റും പദവിയും ജാതികൾക്ക് കിട്ടിയില്ലേ? ജാതികൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരുത്തൻ നിനക്ക് കിട്ടാനുള്ളത്, നിനക്ക് വെച്ചിരിക്കുന്നത് മറ്റൊരുത്തന് കൊടുക്കേണ്ടി വരരുത്. നിനക്ക് ചിലപ്പം ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടം നിർത്തുവാൻ തോന്നാം. അന്നേരം ഓട്ടം നിർത്തുമ്പോൾ എന്താണ്, വേറൊരുത്തനാണ് ജയിക്കുന്നത്, അവന് കിട്ടും. അതുകൊണ്ട് മറ്റൊരുത്തൻ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് നിനക്ക് നൽകുവാൻ വെച്ചിരിക്കുന്നത് നിനക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് നീ വിശ്വസ്തയോടുകൂടി ഹോൾഡ് ഫാസ്റ്റ്, വചനം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. യൂദാസിൻ്റെ സ്ഥാനം മത്യാസിന് കിട്ടി. നീ വിശ്വസ്തയോട് കാത്തു സൂക്ഷിച്ചത് വേറൊരാൾ കൊണ്ടുപോകരുത്. അതുകൊണ്ട് റെവലേഷൻസ് 3:11 പറയുന്ന, നീ നിന്റെ കിരീടം മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം 2 തിമോത്തിയോസ് 2:5 ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഡോണ്ട് ഡീവിയേറ്റ് ഫ്രം റൂൾസ്. നിയമങ്ങളിൽ നിന്ന്, ചട്ടപ്രകാരം അതിൽ നിന്ന് മാറരുത്.
നിനക്ക് ദൈവം തരാൻ പോകുന്ന റിവാർഡ്സ് വലിയ അവകാശങ്ങളാണ്, റൈറ്റ്സാണ്, വലിയ ശോഭയാണ്. ഈ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ട ശോഭയാണ്. ഇത് നിന്നിൽ നിന്ന് വേറൊരുത്തിലേക്ക് മാറാനായിട്ട് ഇടവരരുത്. സ്വർഗത്തിൽ വലിയവരും ചെറിയവരും ഉണ്ട്. എല്ലാവർക്കും കിരീടങ്ങൾ കിട്ടുന്നില്ല. ഓട്ടത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമേ കിരീടം കിട്ടുള്ളൂ. ആ കിരീടം നിനക്ക് തരുമ്പോൾ അത് വേറൊരാൾ കൊണ്ടുപോകാനായിട്ട്, അവൻ ഓട്ടത്തിൽ ജയിച്ചാൽ അവനാണ് കൊടുക്കുന്നത്, അതിലേക്ക് കൊണ്ടും. അതുപോലെ ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ നീ ഡീവിയേറ്റ് ചെയ്താലും നിനക്കത് കിട്ടണമെന്നില്ല. നേരത്തെ നമ്മൾ സംസാരിച്ചാണ്, മലാക്കിയുടെ പ്രവചനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ സംസാരിച്ചാണ്. അതിൽ സ്മരണയുടെ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ റിവാർഡ്സിന് വേണ്ടി പരിഗണിക്കുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് ചുരുക്കമായി ഞാനൊന്ന് പറയുകയാണ്. ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതലും ഉണ്ടാകാം. ദൈവമാണല്ലോ ചെയ്യുന്നത്. പാപം ചെയ്യാതെ പിടിച്ചു നിന്ന് അവിടെ കാണിക്കും. നമുക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ അളവ് അവിടെ കാണിക്കും. ദൈവവചനത്തിൽ നമ്മളെ വളർത്തിയതിൻ്റെ അവിടെ കാണിക്കും. ബാലശിക്ഷ സന്തോഷത്തോടെ അനുഭവിച്ചത് അവിടെ കാണും. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചത് അവിടെ കിട്ടും. സഹായിക്കാൻ അവസരം കിട്ടിയിട്ട് നമ്മളെ സഹായിച്ചത് അവിടെ കാണും. അനീതിയോട് കൂട്ടുനിൽക്കാതിരുന്ന് അവിടെ കാണും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് അവിടെ കാണും. ക്ഷമിക്കാൻ കിട്ടിയ അവസരങ്ങൾ അവിടെ കാണും. പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരങ്ങൾ അവിടെ കാണും. സാക്ഷിക്കാൻ കിട്ടിയ അവസരങ്ങൾ അവിടെ കാണും. കൂട്ടായ്മ ആചരിപ്പിക്കാനും കിട്ടിയ അവസരങ്ങൾ അവിടെ കാണും. മറ്റുള്ളവരുടെ സ്നേഹം കാണിപ്പാനായിട്ട്, സൽപ്രവർത്തികൾ കാണിപ്പാനും കിട്ടിയ അവസരങ്ങൾ അവിടെ കാണും. പാപത്തോട് റെസിസ്റ്റ് ചെയ്യുവാനായിട്ട്, പരിഹാസവും നിന്ദയും സഹിക്കുവാനായിട്ട് ഒറ്റപ്പെടുത്തിയത് അവിടെ കാണും. ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള അതവിടെ കാണും. ആത്മീയ കാര്യങ്ങളിലെ ദുഃഖിച്ചതിനുള്ള പ്രതിഫലം അവിടെ കാണും. ശാരീരിക ദണ്ഡനങ്ങൾ കർത്താവിന് വേണ്ടി ഏറ്റെടുത്തത് അവിടെ കാണും. വേർപാട് ജീവിതം നയിച്ചത് അവിടെ കാണും. ജഡീക സുഖങ്ങൾ ഉപേക്ഷിച്ചത് അവിടെ കാണും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തരുണത്തിൽ പറയാനായിട്ടുണ്ട്. നമുക്ക് തേജോന്മയമായൊരു ശരീരമാണുള്ളത്. അതെല്ലാവർക്കും ഒരുപോലെയാണ്. തേജസ്സിൻ്റെ ശരീരമാണ്. ഈ തേജസ്സിൻ്റെ ശരീരത്തിലുള്ള പ്രത്യേകതകളെല്ലാം നേരത്തെ ഞാൻ 2 ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചായിരുന്നു. നിങ്ങളത് പോയി കാണുക. ഈ തേജസ്സിൻ്റെ ശരീരവുമായിട്ട് വരുമ്പോഴേ നമുക്ക് ഇത്രയും ഭീമാ കോട്ടിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വരുന്ന പോലെ, ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന പോലെ ആ സ്മരണയുടെ പുസ്തകത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മൾ ചെയ്തതൊക്കെ അതനുസരിച്ച് കർത്താവോടെ റിവാർഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ. ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ചെയ്യുന്നതിന് അപ്പോഴപ്പോഴോ മേളിൽ റിവാർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ചെല്ലുന്ന സമയത്ത് അത് തരുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് നമുക്ക് ഇതെല്ലാം കാണിച്ച് ദൈവം നമുക്ക് തരും. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഇത്രയും ആളുകളെയൊക്കെ ജഡ്ജ് ചെയ്ത് ദൈവത്തിന് എടുത്തു കൊണ്ടുവരാനായിട്ടൊക്കെ എത്ര സമയം എടുക്കും. അത്രയൊന്നും സമയം വേണ്ട. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് തരും. അത് മാത്രമല്ല, ആ സമയത്ത് നമ്മളെ ബുദ്ധിശക്തിയും നമ്മുടെ ചിന്തയൊക്കെ ഭയങ്കര കഴിവുള്ളതായിരിക്കും. നമുക്കൊരു എക്സ്റേ പോലുള്ള കണ്ണുകളാണ്, കർത്താവിനുള്ള കണ്ണുപോലെ. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. ഇതൊക്കെയാണ് ചെയ്തത്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അപ്പം അങ്ങ് വരും. കമ്പ്യൂട്ടറിന് വരുന്നെന്ന് പറയുന്ന പോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോഡ് ചെയ്തിരിക്കുകയാണ്. എവറിത്തിങ് വിൽ കം അറ്റ് ദ മൊമെൻറ്റ്. അതുകൊണ്ട് ദൈവം വലിയ റിവാർഡ് നമുക്ക് തരും. ഈ റിവാർഡുകളെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിലാണ് ഇത് നമ്മൾ പ്രാപിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിലെ നമ്മൾ കർത്താവിൻ്റെ പ്രസൻസിലെ കർത്താവിന് വേണ്ടി എത്ര പ്രയത്നിച്ചു, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു, ഈ ദൈവവചനം ഡീവിയേറ്റ് ചെയ്യാതെ, ദൈവവചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ചട്ടപ്രകാരം എത്ര പ്രവർത്തിച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തവർ ചെറിയവരും വലിയവരുമായി തീരും. അവരെ ലജ്ജിക്കേണ്ടി വരുമെന്നും അവർ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ അവർ ജീവവൃക്ഷത്തിൻ്റെ ഫലവും അനുഭവിക്കത്തില്ല, പുത്രനിശ്ചയവും കാണത്തുമില്ല എന്നും പറയുന്ന ഭാഗങ്ങളിലേക്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ വലിയ റിവാർഡ്സ് പ്രാപിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ദിവസങ്ങൾ ഭീമാ കോട്ടിലെ റിവാർഡ്സ് ഏകദേശം 12 എപ്പിസോഡോളം കവർ ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിതെല്ലാം കാണണം, കണ്ട് മനസ്സിലാക്കണം. ദൈവം നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനിയും 2-3 എപ്പിസോഡിലെ ബാക്കിയുള്ള തേജസ്സിൻ്റെ സിംഹാസനവും പാപികളുടെ സിംഹാസനവും ഒക്കെ നമ്മൾ പറയും. അതൊന്നും നമുക്ക് ബാധകമല്ല. കർത്താവിനെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം
ഈ ഭീമാക്കോട്ടിലെ പ്രതിഫലം കിട്ടാനായിട്ട് നമ്മളെ തന്നെ വിശുദ്ധിയോടുകൂടി കാന്തയായി സൂക്ഷിക്കാം. ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റപ്പെടേണ്ട എല്ലാം മാറ്റിക്കളയുവാനായിട്ട് ദൈവമേ നീ എൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി നിന്നെ സേവിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. അനേകം ആളുകളെ നീതിയിലേക്ക് നടത്തുന്നവരെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നതിൻ്റെ വാനത്തിലുള്ളവർക്ക് സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, കിട്ടിയ അവസരങ്ങളെ ഞങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. പ്രാർത്ഥിക്കുവാൻ, സാക്ഷിക്കുവാൻ, കൂട്ടായ്മയായിരിക്കാൻ, സൽപ്രവൃത്തി ചെയ്യുവാൻ, പാപത്തോട് പോരാടുവാൻ, വേർപെട്ട് നിൽക്കുവാൻ, അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ, കൃപയിൽ നിലനിൽക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കിരീടം വേറൊരാൾ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കർത്താവെ, ശൗലിൻ്റെ കിരീടം ദാവീദിന് കൊടുത്തതുപോലെ ഞങ്ങളുടെ കിരീടം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കർത്താവെ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ നിനക്ക് നൽകുവാൻ വെച്ചിരിക്കുന്ന മറ്റൊരുത്തിന് കൊടുക്കേണ്ടി വരും എന്നും ഓട്ടം ഇടയ്ക്ക് നിർത്തുവാനും കർത്താവെ ഞങ്ങളെ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ താഴ്ത്തി സ്വർഗീയമായിട്ടുള്ള വലിയ പ്രത്യക്ഷതയില്ല വലിയവരുടെ കൂട്ടത്തിലായിത്തീരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം. ശരീരത്തിലെ പ്രയാസങ്ങളുള്ളവരെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വലത് കൈ ആ ശരീരത്തിലെ പ്രയാസമുള്ള അവയവങ്ങളിലോട്ട് വെച്ച് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവെ, വിശ്വാസത്തിലെ ഏത് അവയവങ്ങൾ കേടുണ്ടെങ്കിലും ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുമ്പോഴേ, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നീ വലിയൊരു മിറക്കിള് അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുക പ്രാർത്ഥിക്കുന്നു. തലയുടെ പ്രയാസമായിരിക്കാം, ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളുള്ള പ്രയാസമായിരിക്കാം, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് ഒരു വിക്ടറി പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുന്നു. ദൈവമേ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും കർത്താവിൽ വിശ്വസ്തരായി നിൽപ്പാനായിട്ട്, നീ വിശ്വസ്തരെയും തേടി നടക്കുന്ന സമയം കർത്താവിൽ വിശ്വസ്തരായിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണണം. നമ്മളിനി അടുത്ത സെഷനിൽ ഇനിയും തേജസ്സിൻ്റെയും സിംഹാസനവും അതുപോലെ വെള്ള സിംഹാസനത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. നിങ്ങളിത് കാണണം. ഇനിയും കുറേ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പുതിയ യെരൂശലേമിനെ കുറിച്ചും ഒക്കെ പറയാനുണ്ടല്ലോ. നമ്മുടെ 10 കാര്യങ്ങൾ അന്ത്യകാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ 7 ഐറ്റംസേ തീർന്നിട്ടുള്ളൂ. ഇനിയും ബാക്കിയുള്ള തീരാനുണ്ട്. നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.